ഹൈ ഓൾ. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ലെവൽസും ട്രേഡ് സെറ്റപ്പുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലെ നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് 24,500 520 എബവ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപ്സൈഡ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ മാർക്കറ്റ് കുറേ സമയം സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മുടെ ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിയത്. അപ്പൊ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ നമുക്ക് നോക്കണേ മാർച്ച് 6th മാർച്ചിലെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലെ ഒരു സിംഗിൾ പ്രിന്റ് എൽ സ്പൈക്ക്, അതായത് ഒരു സിംഗിൾ പ്രിന്റ്, അതായത് സ്മാർട്ട് മണി ആക്ടിവിറ്റി സെൽ ഡൗൺ സൈഡിലേക്ക് ഹ്യൂജ് ആയിട്ട് സെൽ ആക്ടിവിറ്റി നടന്ന ഏരിയയാണ്. അപ്പൊ അതുകൊണ്ടാണ് മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് കുറെ സമയം മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്തത്. അപ്പൊ നാളെ നമുക്ക് ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഈ ലെവൽ ഒന്ന് നോട്ട് ചെയ്യുക. അതായത് ഫ്യൂച്ചറിന്റെ പ്രൈസ് ആണ്, ചാർട്ടാണ്. ഇതിപ്പം മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ്. അപ്പൊ നമുക്ക് എവിടെയാണ് ബിഗ് പ്ലേയേഴ്സ് ആക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഓപ്പണിംഗിൽ തന്നെ റീറ്റെയിലേഴ്സ് ടൈപ്പ് ഓഫ് ഓപ്പണിംഗ് ആണോ, അല്ലെങ്കിൽ ഒരു ബിഗ് പ്ലേയേഴ്സിന്റെ ഓപ്പണിംഗ് ആണോ, ഇതൊക്കെ നമുക്ക് ഒരു മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് നോക്കി നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ മാർക്കറ്റിൽ അപ്സൈഡ് മൂവ് എക്സ്പെക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്ന ഒരു സ്മാർട്ട് മണി ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു ഡേ ആണ്. ഒരു OTD ടൈപ്പ് ഓഫ് ഓപ്പണിംഗ് ആണ്. അപ്പൊ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. മാർക്കറ്റ് ഏറ്റവും ഹൈയിലായിരിക്കും, എക്സ്ട്രീം ഹൈയിലായിരിക്കും മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു ലെവൽ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയില് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ ലെവലും അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്രൈസിന്റെ ലെവലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ലെവൽസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു ട്രേഡ് എടുക്കാനുള്ള ഒരു വ്യൂവും ഒരു ക്ലാരിറ്റി ഒക്കെ കിട്ടും. ഓക്കെ, അപ്പം അതായത് 24,570 മുതൽ 24,620 ഇത് ഫ്യൂച്ചറിന്റെ ലെവലാണ്, നിഫ്റ്റി ഫ്യൂച്ചറിന്റെ. അപ്പം ഈ ഒരു ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കും. അപ്പൊ നാളെ മാർക്കറ്റ് ഇതിന്റെ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റിലൊരു നെക്സ്റ്റ് ഒരു അപ്സൈഡ് മൂവ് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് ഒരു ബുള്ളിഷ്നെസ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ നേരെ ഒന്ന് സ്പോട്ട് പ്രൈസിന്റെ ചാർട്ടിലേക്ക് പോവാണ്. ഓക്കെ, നാളത്തേക്ക് നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത് ഈ ഒരു 24,600 ലെവലാണ്. അപ്പം ഇതിന്റെ മുകളിലായിട്ട് ഒരുപക്ഷെ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നു, മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റിൽ നമുക്ക് ലോങ് എൻട്രിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അതായത് ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് സൈഡിൽ ഒരു അപ് സൈഡിലേക്ക് നമുക്കൊരു ഒരു കോൾ ഓപ്ഷന്റെ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ലെവൽ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിഫ്റ്റി എത്താനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് 24,700 ആണ്. അപ്പം ഒരു 680 മുതൽ ഒരു 685 ആ ഒരു ഏരിയയിൽ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നതാണ് നല്ലത്. കാരണം ഈ ഒരു ഏരിയ കുറച്ചൊരു റിസ്കി ആയിട്ടുള്ള ഏരിയയാണ്. കുറച്ചൊരു നോട്ട് ട്രേഡിംഗ് സോണാണ് ഞാൻ മാർക്ക് ചെയ്തത്. അതായത് 24,685 മുതൽ 24,720. അപ്പം ഈ ഏരിയ എഗെയിൻ മാർക്കറ്റ് ഈ ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫർദർ അപ്സൈഡ് എഗെയിൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിഫ്റ്റി ഒരു 24,850 ലെവല് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് നിഫ്റ്റി 24,500 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ നിഫ്റ്റി 25,000 എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. അതായത് 25,120 ആ ഒരു റേഞ്ചിലേക്ക് നിഫ്റ്റി എത്താനുള്ള പോസിബിലിറ്റി ഇസ് വെരി ഹൈ. അപ്പം 24,500 അബവ് കംപ്ലീറ്റ് ആയിട്ട് നിഫ്റ്റി ഒരു ബുള്ളിഷ് പറയാൻ പറ്റില്ല, എങ്കിലും നമുക്കൊരു ഫ്യൂ ഡേയ്സ് ഒരു ബുള്ളിഷ്നെസ് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം ഈ 24,500 അബവ്. അപ്പം നാളത്തെ ഓപ്പണിംഗ് ഒരു 24,500 മുകളിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന പോസിബിലിറ്റി വെരി ഹൈ. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു ലെവൽ എന്ന് പറയുന്നത് 24,900, അതുപോലെ തന്നെ 24,965. ഈ ലെവലൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ 25,000 എന്ന് പറയുന്ന ലെവൽ ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പം വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ലെവലിൽ 24,500 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അപ്സൈഡ് മൂവ് തന്നെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ലെവൽസ് കറക്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ഡൗൺ സൈഡിലേക്ക് ഈ ഒരു ലെവലിന്റെ താഴെ മാത്രമാണ് ഞാൻ എൻട്രി പ്ലാൻ ചെയ്യുന്നത്. സപ്പോർട്ടായിട്ട് നിങ്ങൾ ഈ ഒരു ലെവൽ മാർക്ക് ചെയ്യുക. അതായത് 24,520 മുതൽ 24,500 ലെവല് നിങ്ങൾ സപ്പോർട്ടായിട്ട് ചാർട്ടിൽ മാർക്ക് ചെയ്ത് സ്പോട്ട് പ്രൈസിന്റെ ചാർട്ടാണ്. അതേപോലെ തന്നെ 480 ആ ഒരു ഏരിയ, 24,470 ടു 24,480 ആ ഒരു ലെവൽ ജസ്റ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ താഴെ നമുക്ക് എന്താണ് ഒരു ബിയറിഷ് ഫീൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ താഴേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റ് താഴേക്ക് പോകാനൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി 24,400 ലെവലിലേക്കും അതുപോലെ തന്നെ 24,330 ലെവലിലേക്കും എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. അതായത് ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. 24,330 ടു 24,320 ആ ഒരു ഏരിയ.
അപ്പൊ ഈ ലെവൽസ് ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ 24,300 ലെവൽ സപ്പോർട്ടാണ്. അതുപോലെ നെക്സ്റ്റ് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 24,246 ആണ്. ഓക്കെ, ഇപ്പൊ ഈ ലെവൽസ് ഒക്കെ നിങ്ങൾ ചാർട്ടിൽ മാർക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ നേരെ ഫ്യൂച്ചറിന്റെ ചാർട്ടിലേക്ക് പോവാണ്. മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ, അതായത് മാർച്ച് 6 ക്രിയേറ്റ് ചെയ്ത ഒരു എൽ സ്പൈക്ക് എന്ന് പറയും, അതായത് സിംഗിൾ പ്രിന്റ്, അതായത് ഹ്യൂജ് ആയിട്ട് ഒരു സ്മാർട്ട് മണി ആക്ടിവിറ്റി നടന്ന ഏരിയ ആണ്. ഓക്കെ, അപ്പം ആ ഒരു ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ വാല്യൂ ഏരിയ ഹൈ എന്ന് പറയുന്നത് 24,590 ആണ്. നിങ്ങൾ ഈ വാല്യൂ ഏരിയ ഹൈ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വാല്യൂ ഏരിയ ലോ മാർക്ക് ചെയ്യുക, അതായത് 24,514. ഇത് സ്പോട്ട് പ്രൈസിന്റെ ചാർട്ടല്ല, ഇത് ഫ്യൂച്ചറിന്റെ ചാർട്ടാണ്. മിസ് നിങ്ങള് ഇതാണ്, അത് കൺഫ്യൂഷൻ ആവരുത്. ഫ്യൂച്ചറിന്റെ ലെവലാണ്. അപ്പം ഒരുപക്ഷെ നാളെ നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ ഈ വാല്യൂ ഏരിയന്റെ ഹൈന്റെ മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റിന്റെ ഡയറക്ഷൻ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ എന്നാണ് നല്ലൊരു അപ്സൈഡ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ വാല്യൂ ഏരിയന്റെ ലോയില്, അതായത് 24,513, ഈ ഒരു ഫ്യൂച്ചറിന്റെ ലെവൽ, ഈ ലെവലിന്റെ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയും താഴേക്ക് ഒരു ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു ട്രേഡ് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. ആ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സപ്പോർട്ട് സോൺ, ഇതൊരു ലെവലാണ് 24,480 ലെവൽ, അതായത് ഇന്ന് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തൊരു സിംഗിൾ പ്രിന്റ് ലെവലാണ്. അപ്പൊ ഇത് നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ആ ഒരു ഏരിയയിൽ കുറച്ച് ബയേഴ്സ് ബൈങ് ആക്ടിവിറ്റി നടന്ന ഏരിയയാണ്. അപ്പം ഈ ലെവൽ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക. 24,480 ആ ഒരു ലെവൽ, ഫ്യൂച്ചറിന്റെ ലെവൽ. അപ്പൊ ഒരുപക്ഷെ മാർക്കറ്റ് താഴേക്ക് വന്നാലും ചിലപ്പോൾ ഈ ലെവലിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് ബൗൺസ് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ മെന്റർഷിപ്പ് പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.